പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനിനെ അവൻ തൻ്റെ അരികിലേക്ക് അടുത്തേക്ക് നിർത്തുന്നതാണ്. ഫയദഉ അലൈഹി കനഫഹു വയസ്തുറുഹു, അവൻ്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മറയിടുന്നതാണ്. മറ്റു ജനങ്ങളിൽ നിന്ന് അല്ലാഹു അവനെ മറച്ചു പിടിക്കുന്നതാണ്. ഫയഖൂൽ, എന്നിട്ട് അല്ലാഹു പറയും, അതഅരിഫു ദംബ കദാ, നീ ചെയ്ത ഇന്ന തെറ്റ് അത് നിനക്കറിയില്ലേ? അതഅരിഫു ദംബ കദാ, നീ ഇന്ന ദിവസം ചെയ്ത ഇന്ന തെറ്റ് നിനക്കറിയില്ലേ? ചില ഹദീസുകളിൽ കാണാം, അവൻ ചെയ്തു പോയ ചെറിയ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കും, നീ ഇത് ചെയ്തത് നിനക്കറിയില്ലേ? അവൻ്റെ ഹൃദയം ഭയം കൊണ്ട് നിറയുന്നതാണ്. ഈ ചെറിയ തെറ്റുകൾ അല്ലാഹു എന്നോട് ചോദിക്കുന്നുണ്ട് എങ്കിൽ ഇനി വരാനിരിക്കുന്ന വലിയ തെറ്റുകൾ അതിൻ്റെ കാര്യമെന്താണ്? എന്താണ് എനിക്ക് പറയാനുള്ള മറുപടി എന്ന ഭയം കൊണ്ട് അവൻ്റെ ഹൃദയം നിറയുന്നതാണ്. അവൻ പറയും, നഅം ഐ റബ്ബ്, അല്ലാഹുവേ, ഈ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഈ തെറ്റുകൾ എൻ്റെ അരികിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. ഹത്താ ഇദാ ഖററഹു ബിദുനൂബിഹി, അങ്ങനെ അല്ലാഹു അവൻ ചെയ്ത തെറ്റുകൾ അവന് കാണിച്ചു കൊടുക്കും, അവന് ബോധ്യപ്പെടുത്തി നൽകും. വറഅ ഫീ നഫ്സിഹി അന്നഹു ഹലക്, ആ മനുഷ്യൻ അവൻ ഹൃദയത്തിൽ വിചാരിക്കുന്നത്, അവൻ്റെ മനസ്സിൽ അവൻ ചിന്തിക്കുന്നത് അവൻ തകർന്നു പോയിരിക്കുന്നു എന്നാണ്, അവൻ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ പോവുകയാണ് എന്ന് അവൻ്റെ ഹൃദയത്തിൽ വിചാരിക്കുന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, സതർതുഹാ അലൈക ഫിദ്ദുനിയ, ഈ തിന്മകളെല്ലാം ഞാൻ ദുനിയാവിൽ നിനക്ക് വേണ്ടി മറച്ചു വച്ചിരുന്നു. വ അന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്നേ ദിവസം ഈ തെറ്റുകൾ ഞാൻ നിനക്ക് പുറത്തു നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറാൻ ഗഫാറാൻ റഹ്മാനാൻ റഹീമാൻ. അവൻ്റെ മഗ്ഫിറത്തിൻ്റെ വലുപ്പം നോക്കൂ നിങ്ങൾ. ചെറിയ തിന്മകൾ അവൻ വിചാരിക്കും, എൻ്റെ വലിയ തിന്മകൾ അവൻ തിരിച്ചു ചോദിക്കും, അല്ലാഹുവേ, വലിയ വലിയ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവനോട് പറയും, അന സതർതുഹാ ലക ഫിദ്ദുനിയ, ആ തിന്മകൾ ദുനിയാവിൽ ഞാൻ നിനക്ക് വേണ്ടി മറച്ചു വെച്ച് നൽകിയതാണ്. വ അന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്നേ ദിവസം ഞാൻ നിനക്ക് അവ പുറത്ത് നൽകുന്നതാണ്. ഫയുഅ്താ കിതാബ ഹസനാതിഹി, അവൻ്റെ നന്മകൾ രേഖപ്പെടുത്തിയ ഏടുകൾ അവൻ്റെ കയ്യിൽ നൽകപ്പെടും. ആ കിതാബിൽ, അവൻ്റെ പ്രവർത്തനങ്ങളുടെ ഏടുകളിൽ നന്മകൾ മാത്രമാണുള്ളത്. അവൻ ചെയ്ത തിന്മകൾ അല്ലാഹു മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ചവൻ തൻ്റെ കുടുംബക്കാർക്കരികിലേക്ക് ചെന്നുകൊണ്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ എൻ്റെ കിതാബ് വായിച്ചു നോക്കൂ എന്നാണ്. എന്തുകൊണ്ടാണ് അവനത് പറയാൻ കഴിയുന്നത്? അവൻ്റെ തിന്മകൾ അതിലില്ല, അത് അല്ലാഹു മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ആ കിതാബ് അവന് നൽകപ്പെടുന്നതാണ്.